അഞ്ചാമതും വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റായി 88% വോട്ടുകൾ നേടിയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. തെരഞ്ഞെടുപ്പ് രീതി വിമർശിച്ച അമേരിക്ക ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വലിയ വിശ്വാസം അർപ്പിക്കുന്നില്ല. നടന്നത് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് അല്ലെന്നാണ് അമേരിക്കയുടെ വിമർശനം. മധു കൊട്ടാരക്കര മറ്റു വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായി മധുവിനെ കാണാനില്ലായിരുന്നു. ഞങ്ങൾ മധുവിനെ കാണാനില്ല എന്ന രീതിയിലൊരു സ്റ്റോറി കൊടുത്താലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു മധു? ഇവിടെ കുറച്ച് തിരക്കായി പോയി എസ് കെ. ജീവിത ചെലവും നടക്കണ്ടേ. അപ്പം മധു അവിടെ ഒരു വലിയ കൺസ്ട്രക്ഷൻ പരിപാടിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അത് അറിഞ്ഞോട്ടെ. അവിടെ അതിവേഗം വളരുന്ന വേൾഡിലെ ഒരു കോടീശ്വരനായി മധു കൊട്ടാരക്കര മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം താങ്ങാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല, താങ്ങാൻ പറ്റുന്നില്ല. ഈ അതിവേഗം വളരുന്ന വാർത്താ ചാനൽ എന്ന് പറഞ്ഞത് അതിവേഗം വളരുന്ന കോടീശ്വരൻ. പറയൂ, ഇനി നമ്മളെ ഈ പുട്ടിൻ്റെ വിജയത്തെക്കുറിച്ച് അമേരിക്കയുടെ നിലപാട്. എസ് കെ, ലോകം പ്രതീക്ഷിച്ചതുപോലെ റഷ്യൻ പ്രസിഡന്റായി വീണ്ടും വ്ളാദിമിർ പുടിൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. 50% ബാലറ്റുകൾ ഇന്നലെ രാത്രി എണ്ണിക്കഴിഞ്ഞപ്പോൾ പുടിന്റെ ലീഡ് 88%-ഓളമായി. 3 ദിവസം നീണ്ട ഈ തെരഞ്ഞെടുപ്പിൽ 70% മുകളിലാണ് പോളിംഗ് നിരക്ക്. 2030 വരെ, അതായത് 6 വർഷം കൂടി റഷ്യയുടെ അധികാരം പുടിന്റെ കൈകളിലേക്ക് എത്തുകയാണ്. ഇതോടെ ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും അധികകാലം റഷ്യൻ ഭരണത്തിലിരിക്കുന്ന ഒരു നേതാവ് കൂടിയാകുകയാണ് പുടിൻ. റഷ്യയിലെ 11 മേഖലകളിലും അതുപോലെ യുക്രൈന്റെ കയ്യിൽ നിന്ന് അനധികൃതമായി പിടിച്ചെടുത്ത പ്രദേശങ്ങളിലുമൊക്കെയാണ് ഈ വോട്ടെടുപ്പ് നടന്നത്. പുടിന്റെ നിശ്ചിത വിമർശകനായിരുന്ന കഴിഞ്ഞ മാസം ഈ സൈബീരിയൻ ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നെവൽനിയുടെ അനുകൂലികൾ കൂട്ടമായി ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിലൊക്കെ എത്തിയിരുന്നു. പുടിനെ എതിർക്കുന്നവർ റഷ്യയിലുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ള പ്രതിഷേധങ്ങളൊക്കെ ആയിരുന്നു ഇവ. ബെർലിൻ, പാരീസ്, മിലാൻ തുടങ്ങിയ ലോകത്തെ പ്രധാന നഗരങ്ങളിലെ റഷ്യൻ നയതന്ത്ര കാര്യങ്ങളിലും സമാന രീതിയിലുള്ള പ്രകടനങ്ങളുണ്ടായി. ബെർലിനിലെ റഷ്യൻ എംബസിക്ക് മുമ്പിൽ നടന്ന പ്രകടനത്തിൽ നവൽനിയുടെ വിധവ യൂലിയയും പങ്കെടുത്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ നിശിതമായി വിമർശിച്ച് അമേരിക്ക രംഗത്ത് വന്നു. അതേസമയം ഈ അലക്സി നെവൽനിയുടെ മരണം നിർഭാഗ്യകരമായ ഒരു സംഭവമാണെന്ന് ഇത് ആദ്യമായി പുടിൻ പറഞ്ഞു. അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുമാണ് പുടിൻ പറയുന്നത്. അമേരിക്ക പറയുന്നത് റഷ്യൻ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടല്ല നടന്നതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടച്ചു, തനിക്കെതിരെ മത്സരിക്കുന്നവരിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയൊക്കെ ഈ പുടിൻ ചെയ്തു. അതേസമയം എസ് കെ, ഈ കിട്ടിയ അവസരം യുക്രൈനും മുതലെടുത്തുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്ന ഈ 3 ദിവസവും തുടർച്ചയായി റഷ്യയിലെ ഓയിൽ റിഫൈനറികൾക്ക് നേരെ ഈ യുക്രൈൻ സേന ബോംബാക്രമണവും അതുപോലെ റഷ്യൻ അതിർത്തിയിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരം പുടിൻ അറിഞ്ഞിട്ടുണ്ട്. ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന് പുടിൻ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അപ്പം അരി വാങ്ങിക്കണ്ടേ, ആ പണിയിലേക്ക് കടക്കൂ. ഓക്കെ, അമേരിക്കയിലുള്ള കോൺട്രാക്ടർമാർ പറയുന്ന കാര്യമാണ് കേട്ടോ, പച്ചരി വാങ്ങിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ യൂട്യൂബിൽ സന്ദേശം വായിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 19 സെക്കൻഡും. ചില സന്ദേശങ്ങൾ പെട്ടെന്ന് വായിക്കാം. ശൈലജൻ പറയുന്നു, ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ് ശൈലജൻ. താങ്കൾ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് പുറത്തിറങ്ങില്ലേന്നോ? ഇറങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല നമ്മുടെ എല്ലാ സ്റ്റാർ റിപ്പോർട്ടേഴ്സും പ്രസൻറ്റേഴ്സും ഒക്കെ തന്നെ ഫീൽഡിലുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് കാലം ഏറ്റവും വലിയൊരു തട്ടകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കളരിയിൽ വലിയൊരു മത്സരം നടക്കും. അടുത്ത 3 മാസം നമുക്ക് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ഷരീഫ് ഇന്ന് പാൻറ് ഇടാമായിരുന്നു. അതെന്താ, മുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല എന്തിനാ അത് പാൻറ് ഇടണമെന്ന് പറഞ്ഞത്. അഭിരാം പറയുന്നു, പട്ടാഴി ദേവീ ക്ഷേത്രത്തിൽ പൊൻ തിരുമുടി എഴുന്നള്ളത്താണ്. എഴുന്നള്ളത്ത് നടക്കട്ടെ. പവിത്രൻ പാതിരപ്പറ്റയ്ക്ക് ആ ഒരാളുടെ കമൻറ്റ് വായിക്കണം. ഏതൊരാളുടെ കമൻ്റ് എന്ന് പറഞ്ഞില്ലല്ലോ പാതിരപ്പറ്റ. ശങ്കരൻ കെ പറയുന്നത്, പക്ഷം പിടിക്കാതെ വാർത്ത കൊടുത്താൽ 10 മില്യൺ എത്തും. എനിക്കറിയാം, പക്ഷം പിടിക്കാതെ തന്നെ ഒരു ജനപക്ഷത്ത് മാത്രമേ നമ്മൾ ഉണ്ടാകൂ എന്നൊരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ജോസഫിന് അറിയേണ്ടത് 24-നോടാണോ എസ് കെനോടാണോ എതിരാളികൾക്ക് ശത്രുത എന്ന്. ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എൻ്റെ സഹപ്രവർത്തകർ പറയാറുണ്ട്. അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അവരെ മാത്രം ഒറ്റപ്പെടുത്താനുള്ള ചില നീക്കം. ഞാൻ അവരോട് പറഞ്ഞു, ഒറ്റപ്പെടുന്നവൻ്റെ ആവേശവും ഒറ്റപ്പെടുന്നവൻ്റെ ദൃഢനിശ്ചയവും നിങ്ങൾ കരുത്തായി കൂടെ കൊണ്ടു കിടക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഹൂ ഈസ് വറീഡ് അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് ഗൈസ്?